ഈ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ ഇത്ര ചീപ്പായി നേടാൻ പറ്റുന്ന സംഗതിയാണെന്ന് ഒരു പുതിയ അറിവാണ്. ഇപ്പൊ ഈ പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി ചിലരൊക്കെ രാഷ്ട്രീയ ഇടപെടലുകളും ചില പേയ്മെന്റ് മെത്തേഡുകളും ഒക്കെ നടത്താറുണ്ട് എന്ന് അറിയാതെ അല്ല ഈ പറയുന്നത്. പക്ഷേ ഇടപെടലുകൾ നടത്തുമ്പോൾ തന്നെ ഇവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇത് ലഭിക്കാൻ ഒരുവിധം അർഹതപ്പെട്ടവരൊക്കെ തന്നെയായിരിക്കും ഇത്തരത്തിലൊക്കെ ഇടപെടലുകൾ നടത്തുന്നത്. കാരണം ഇത് എപ്പോൾ ലഭിക്കും, നമ്മുടെ ജീവിത കാലത്ത് തന്നെ ലഭിക്കുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇത്തരം ഇടപെടലുകൾക്ക് ഇവരെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പുരസ്കാരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് വലിയ വിമർശനങ്ങളൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ ഇത് എന്തായാലും ഒന്ന് കടന്ന കൈയായിപ്പോയി മോദിജി, നമ്മുടെ ഇരട്ടച്ചങ്കൻ സഖാവ്. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം. മൊമെന്റ്സ് എഫക്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവർക്കാണ് ഇപ്പോൾ പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ വേടന്റെ ഒരു പാട്ടിന് ഒരു ചലച്ചിത്ര അവാർഡ് ലഭിച്ചപ്പോൾ ഇവിടെ ഈ കേരളത്തിൽ വലിയ ബഹളവും അട്ടഹാസവും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിനെതിരെ. ഇതിന് പ്രധാനമായിട്ട് അവർ പറഞ്ഞത് വേടൻ ഒരു കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആരോപണം. ഇപ്പോൾ 126 കേസുകളിൽ പ്രതിയായ ഒരാൾക്കാണ് ഇപ്പോൾ ഈ പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. ഈ പുരസ്കാരങ്ങളൊക്കെ കിട്ടാൻ യോഗ്യതയുള്ളവരുടെ ലിസ്റ്റ് യഥാർത്ഥം തയ്യാറാക്കി കൊടുക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരാണ് ഈ ലിസ്റ്റ് കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മുടെ SNDPയുടെ സാരഥി, SNDSന്റെ സാരഥിയുമായ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ പേര് നിർദ്ദേശിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുന്നത് അവർ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആ സംഘടനയിൽ ചെയ്തിട്ടുള്ള സംഭാവനകളെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുന്നത്. ഇദ്ദേഹം SNDPയുടെ SNDSന്റെ ഒക്കെ ഈ സാരഥി 10-35 കൊല്ലം കാലം ഇരുന്നിട്ട് ഇദ്ദേഹം എന്ത് സംഭാവനയാണ് ഈ സമുദായത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ളത്? അദ്ദേഹം സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലും ഒക്കെ നടത്തുന്നത് അത് കച്ചവട സ്ഥാപനങ്ങളാണ്. ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ ഈ SNDPയുടെ SNDSന്റെ ആശുപത്രികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ചില ഡിസ്കൗണ്ടുകളൊക്കെ ലഭിച്ചിരുന്നു. ഇപ്പൊ അതൊന്നും കിട്ടുന്നില്ല. എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഉള്ളതിനേക്കാളും കൂടുതലാണ് എന്ന് വേണം പറയാൻ. മറ്റ് സ്കൂളും കോളേജും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ പൈസ വാങ്ങിയിട്ടാണ് ഇദ്ദേഹം എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ ഈ തട്ടും മുട്ടിച്ച് കുറെ കോടികൾ, ആയിരക്കണക്കിന് കോടികൾ ഇദ്ദേഹം ഉണ്ടാക്കി പുഴുത്തി വെച്ചിരിക്കുന്നു എന്നല്ലാതെ ഈ സംഘടനയ്ക്ക് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി എന്ത് സംഭാവനയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഈ പുരസ്കാരം എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഈ കുറച്ച് നാൾ മുമ്പ് തന്നെ കിട്ടേണ്ടതായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്രയും വൈകാനുള്ള കാരണം ഈ ഒരു നമ്പർ ആയിരിക്കും. ഈ നമ്പറിൽ എത്തുന്നതിൻ്റെ താമസമായിരിക്കാം ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടാൻ. അതായത് നമ്പർ എന്ന് പറഞ്ഞാൽ 126 കേസ്. ഈ 126 എന്ന നമ്പർ എത്താൻ വൈകിയത് കൊണ്ടാകാം ഇദ്ദേഹത്തിന് പുരസ്കാരം കിട്ടാൻ വൈകിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കേസുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ കിട്ടാൻ അർഹത നേടും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു പുതിയ അറിവ് തന്നെയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിനോട് എൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഗോവിന്ദച്ചാമിക്ക് ഒരു 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 പത്മശ്രീയെങ്കിലും കൊടുക്കണം. അതിന് താങ്കൾ ശുപാർശ ചെയ്യണം. കാരണം ഒരു ഓടുന്ന ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തള്ളി താഴെയിട്ട് ആ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി താഴെ ഇറങ്ങി ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും അവസാനം കല്ലെടുത്ത് തലക്കിടിച്ച് കൊന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന പണവും സ്വർണവും ഒക്കെ അപഹരിച്ച് കൊണ്ടുപോയ ഗോവിന്ദച്ചാമിക്ക്, അതായത് ഇത്ര ഭംഗിയായിട്ട് ആ കൃത്യം നിർവഹിച്ച ഗോവിന്ദച്ചാമിക്ക് ഒരു പത്മ പുരസ്കാരമെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇത് ആർക്കാണ് കിട്ടുക? നിങ്ങൾ ഓർക്കേണ്ടത് ഒരു കയ്യും കടച്ചാണ്ടിയും ഇല്ലാത്ത ഏത് നായന്റെ മോനാണ് ഇത്ര കൃത്യമായിട്ട് ഈ കർമ്മം ചെയ്യാൻ പറ്റുക? ഈ തൊണ്ടയില്ലാത്തവൻ ജയിലിൽ കിടന്ന് കാണിച്ച അഭ്യാസങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ ജയിലിലെ അഭ്യാസങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഒരു പത്മശ്രീ അല്ല, പത്മഭൂഷൺ കിട്ടാൻ തന്നെ ശുപാർശ ചെയ്യണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. എന്തായാലും ഗോവിന്ദച്ചാമി നമുക്കെല്ലാം അറിയാമല്ലോ, അദ്ദേഹം എന്നും അങ്ങയോട് കൂറും നെറിയും ഉള്ളവനായിരിക്കും. ഈ നായർ മുതൽ നായാടി വരെ എന്നാണോ, അതോ നായർ മുതൽ നസ്രാണി വരെ എന്നാണോ നമ്മുടെ വെള്ളാപ്പള്ളി അദ്ദേഹം പറഞ്ഞത്? ഒരുപക്ഷെ നായർ മുതൽ നായാടി വരെ എന്ന് തന്നെ ആകും. കാരണം നസ്രാണി അദ്ദേഹം എങ്ങനെയും അദ്ദേഹത്തെ കൂടെ കൂട്ടും. പക്ഷേ ഈ ഇതിനിടയിൽ വരുന്ന മുസ്ലിങ്ങളെ അദ്ദേഹം ഉൾപ്പെടുത്തുമോ കൂടെ കൂട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക നായർ മുതൽ നായാടി വരെ എന്ന് തന്നെയായിരിക്കും. എന്തായാലും കേരളത്തിന്റെ രക്ഷയെ കരുതി നമ്മളെല്ലാം ഒന്നിക്കണമെന്ന് ആഹ്വാനവുമായി വന്നത് ഈ പൊളിഞ്ഞു പോയത് സംഗതിയുടെ കിടപ്പ് അല്പസ്വല്പമൊക്കെ നമ്മുടെ NSSന്റെ സെക്രട്ടറി സുകുമാരൻ നായർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ്.
ഈ കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷണം, അതോടുകൂടി സംഗതി ക്ലിയർ. ഈ സഖ്യം പൊളിച്ചത് നമ്മുടെ നമ്മുടെ മുഖ്യൻ ഇടപെട്ടിട്ടാണെന്നുള്ളൊരു ഒരു ക്ലീശെ ഡയലോഗുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്രാവശ്യം നമുക്ക് അധികാരം കിട്ടാക്കനിയാണെന്ന് നന്നേ ബോധ്യമുള്ള ഒരാളാണ് നമ്മുടെ നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ നമ്മൾ അധികാരത്തിൽ എത്തുന്നതിലുപരി UDF-നെ എങ്ങനെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ചിന്ത. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി VD സതീശനെയും കോൺഗ്രസിനെയും അതിനോടൊപ്പം തന്നെ മുസ്ലിങ്ങളെയും ഒക്കെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും കൊണ്ട് കേരളം ഒട്ടാകെ നടന്ന് പ്രസംഗിച്ച് നടക്കുന്നത് ഇങ്ങനെ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കി അതിന്റെ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം NSS കൂടി ചേർന്നാൽ സംഗതി ജോർ. യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുടെയൊക്കെ സൂത്രധാരൻ നമ്മുടെ മുഖ്യമന്ത്രി അല്ലാതെ മറ്റാരുമല്ല. ഇപ്പൊ ക്രിസ്ത്യാനികൾ ഒരു കൂട്ടം നമ്മുടെ മോദിജിയുടെ പിന്നാലെയാണല്ലോ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം എന്തായാലും UDF-ന് വിജയിച്ചു കയറാൻ കഴിയില്ല. ഇവിടെ ഈ വർഗീയ ഭിന്നിപ്പുണ്ടാക്കുമ്പോൾ മെജോറിറ്റി, അതായത് ഹിന്ദുക്കളുടെ വോട്ടെല്ലാം BJP-യിലോട്ട് തിരിയുമോ എന്നുള്ളൊരു ആശങ്ക. ഇതൊരു ആശങ്കയല്ല, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വെള്ളാപ്പള്ളി പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രിയും ആഗ്രഹിക്കുന്നതും ലക്ഷ്യം വെക്കുന്നതും. നമ്മുടെ നരേന്ദ്രമോദിജി, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ എത്തിയപ്പോൾ ഒരു വാക്ക് പോലും CPM-നെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയോ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, ഒരു ആക്ഷേപം പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഇതിൽ കുട്ടി വായിക്കണം. അതായത് LDF-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് എന്നുകൂടി ഓർക്കുക. എന്നിട്ടും ഒരു അക്ഷരം പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ LDF UDF ബലാബലം ഈ അടുത്ത് വരുന്ന നിയമസഭാ ഇലക്ഷന് ബലാബലം പിടിച്ചു നിൽക്കുക, 10 സീറ്റെങ്കിലും BJP-ക്ക് നേടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. പിന്നെ അറിയാമല്ലോ, നമ്മുടെ വെള്ളാപ്പള്ളിയുടെ പുന്നാരപുത്രൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയെ കൂടി ഇതിനിടയിലൂടെ തിരികെ കയറ്റുക, നിയമസഭയിൽ എത്തിക്കുക. ഈ പറയുന്ന പദ്ധതി നടപ്പിലാകുകയാണെങ്കിൽ ഒരു നിർണായക ഘട്ടത്തിൽ BJP-യുടെ സപ്പോർട്ട് കൂടി CPM-നെ അധികാരത്തിൽ കൊണ്ടുവരിക. ഇതാണ് ഇവരുടെ ലക്ഷ്യവും പ്രവൃത്തിയും ചിന്തയും ഒക്കെ. പിന്നെ ഈ തുഷാർ അദ്ദേഹം നിയമസഭയിലെത്തിയാൽ, ഒരുപക്ഷെ CPM അത്തരത്തിൽ അധികാരത്തിലെത്തിയാൽ നമ്മുടെ തുഷാർ മന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഈ പോങ്ങൻ മുഞ്ചേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടിവെച്ച കാറിൽ നമ്മുടെ മുമ്പിൽ കൂടി പോകുന്നതും നമ്മൾ കാണേണ്ടി വരും. ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ആളാണോ നമ്മുടെ NSS-ന്റെ പോപ്പ്, നമ്മുടെ സുകുമാരൻ നായർ? അദ്ദേഹത്തിന് അല്പം വിവരം ഒന്ന് കുറഞ്ഞു പോയാലും ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ട്. ഒരു പത്മഭൂഷൺ നല്ല വിലയുണ്ട്, അത് കാര്യം കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതിനൊക്കെ അന്തമുണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാമെന്ന് ഞാൻ മേടിക്കല്ല. ഒന്നും കാണാതെ ഒരു പത്മഭൂഷൺ എടുത്ത് നമ്മുടെ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് കൊടുക്കില്ലല്ലോ. നമ്മുടെ വെള്ളാപ്പള്ളി അദ്ദേഹം പറഞ്ഞത് ഈ പുരസ്കാരം ഞാൻ ഗുരുപാദത്തിൽ സമർപ്പിക്കുന്നു എന്നാണ്. ഈ അവാർഡ് ഞാൻ ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഗുരുവിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ, അത് മുഖ്യമായി അജണ്ടയായി എഴുത്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ കിട്ടിയ അവാർഡ് ഗുരുചരണങ്ങളിൽ, ഗുരുപാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് ഇങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ നിലവിലുള്ള 126 കേസ് ഒരുപക്ഷെ 127 ആകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഗുരുവിനെ നിന്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിശ്വാസികൾ ആരെങ്കിലും അങ്ങേക്കെതിരെ കേസ് കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഈ തുഷാർ വെള്ളാപ്പള്ളിയെ ഞാൻ പോങ്ങനെന്ന് വിളിച്ചത് വെറുതെയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് കേട്ടാൽ നിങ്ങൾക്കറിയാം. SNDP എന്ന് പറഞ്ഞാൽ ജാതി സംഘടന തന്നെയാണ്, സംശയമൊന്നുമില്ല. ഞങ്ങൾ SNDP ജനറൽ സെക്രട്ടറി, സമുദായ നേതാവ് തന്നെയാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പഠിപ്പിച്ച ഗുരുവിന്റെ, ആ ഗുരു സ്ഥാപിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലനത്തെ കുറിച്ചാണ് നമ്മുടെ ഈ പുന്നാരമോൻ പറഞ്ഞത്. SNDP എന്ന് പറഞ്ഞാൽ ജാതി സംഘടന തന്നെയാണ്, സംശയമൊന്നുമില്ല. ഞങ്ങൾ SNDP ജനറൽ സെക്രട്ടറി, സമുദായ നേതാവ് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ നമ്മുടെ സാക്ഷാൽ വെള്ളാപ്പള്ളി അദ്ദേഹം ഇങ്ങനെ കൂടെ ഇങ്ങനെ പറയാറുണ്ട്. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്തേന അതാണ് ഞങ്ങളുടെ ചിന്ത. സത്യത്തിൽ ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് ഇവരുടെ പരിപാടി. ഇക്കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അത്ര മോശമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദുബൈയിൽ ഒരു വ്യവസായിയുടെ കോടികൾ പറ്റിച്ചതിന്റെ പേരിൽ ദുബായിൽ ചെന്നപ്പോൾ അവിടെ ജയിലിലായ കഥകളൊക്കെ നമുക്കറിയാമല്ലോ. അന്ന് ഈ പൈസ കൊടുത്ത് സഹായിച്ചത് അച്ഛനും മകനും തെറി വിളിച്ച് നടക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട നമ്മുടെ യൂസഫ് അലി സാറായിരുന്നു. എന്തായാലും ആരും പറയാത്തൊരു ടിസ്റ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മുടെ ഈ 2020യും നമ്മുടെ BJP-യുമായിട്ടുള്ളൊരു കൂടിച്ചേരലാണ്. ഈ ഒരു അലയൻസ് കോൺഗ്രസ് നേട്ടമുണ്ടാവും എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് കോൺഗ്രസിന്
കുറച്ച് കോട്ടം തട്ടില്ലേ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ 2020 കിഴക്കമ്പലം അതുപോലെ കുന്നത്തുനാട് ഇത്തരത്തിലൊരു 3-4 പഞ്ചായത്തുകളിൽ ഇവർ നടത്തിയിട്ടുള്ള ഒരു വികസന പ്രവർത്തനം, അതായത് നല്ല സുന്ദരമായ റോഡുകൾ, നല്ല രീതിയിലുള്ള വഴിയോരങ്ങൾ, നല്ല സുന്ദരമായ രീതിയിൽ വെച്ചു കൊടുത്തിരിക്കുന്ന വീടുകൾ, അതായത് നമ്മുടെ ഈ ഫോറിൻ രാജ്യങ്ങളിൽ കാണുന്നത് പോലെ സുന്ദരമായ രീതിയിലാണ് എല്ലാ നിർമ്മാണവും. മാത്രമല്ല ഇതൊക്കെ ചെയ്തിട്ട് പോലും ഓരോ പഞ്ചായത്തിലും കോടികളാണ് നീക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവരൊരു പുതിയൊരു കാർഡ് സംവിധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് പലവ്യഞ്ജന മുതൽ മെഡിസിൻ വരെ ഒരു ഡിസ്കൗണ്ടിൽ റേറ്റിൽ കിട്ടുന്ന ഒരു പുതിയൊരു സംവിധാനം, ഒരു കാർഡ് സംവിധാനമാണ് ഇപ്പോഴവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റു പാർട്ടികളെല്ലാം കൂടി ചേർന്ന് എല്ലാ വൈര്യങ്ങളും മറന്നുകൊണ്ട് ഒന്നിച്ച് നേരിടുക? അതായത് 2020 എതിർക്കാൻ LDFും UDFും അവരുടെ കൂട്ടുകക്ഷികളെല്ലാം കൂട്ടി ചേർന്ന് 2020 എതിർക്കുക, 2020 ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ഇവർ എല്ലാവരും കൂടി ഒന്നിച്ചത്. അങ്ങനെ ഒന്നിച്ച് ഒരു ഇലക്ഷൻ നേരിടുന്നതാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. ഒരു പക്ഷേ 2020 അല്പം പിന്നോട്ടടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സാധിച്ചിട്ടുണ്ടാകാം. പക്ഷേ ജനങ്ങൾക്കുള്ളൊരു ബോധ്യം എന്ന് പറയുന്നത് നന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നുള്ളതാണ്. നിങ്ങൾ LDF ആയിരുന്നാലും UDF ആയിരുന്നാലും ഇത്തരത്തിലുള്ള ഇപ്പം ഈ കുന്നത്തുനാടിലോ അല്ലെങ്കിൽ കിഴക്കമ്പലത്തോ അങ്ങനെ പറയുന്ന 3-4 പഞ്ചായത്ത് പോലെ ഏതെങ്കിലും LDFനോ UDFനോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? യഥാർത്ഥത്തിൽ ഈ CPMന്റെ ഈ കുരുക്കിൽ CPMന്റെ വലയിൽ LDFന്റെ വലയിൽ UDF വീണുപോയതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ 2020 BJPയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് നമ്മുടെ UDFന് തന്നെയാണ്. ഞാനിങ്ങനെ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ 2020യും BJPയും കൂടി ചേർന്നിട്ടുള്ള ഒരു അലയൻസ് ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് നമ്മുടെ CPMന് തന്നെയായിരിക്കും, LDFന് തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ 2020 അങ്ങ് കിഴക്കമ്പലത്തല്ലേ, അങ്ങ് കുന്നത്തുനാടല്ലേ, അങ്ങ് എറണാകുളത്തല്ലേ എന്നൊന്നും വിചാരിക്കരുത്. അതായത് ഈ പറയുന്ന പഞ്ചായത്ത് പോലെ കേരളം ഒന്നാകെ അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ കേരളത്തിലുണ്ട്. ആ തിരിച്ചറിവെങ്കിലും നിങ്ങൾക്കുണ്ടാകണം, പ്രത്യേകിച്ച് UDFന്. ഇപ്പോൾ 2020യുടെ മൊത്തത്തിൽ കേരളത്തിൽ മൊത്തത്തിലുള്ളൊരു വോട്ട് വിഹിതം എത്രയാണെന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയില്ല. കാരണം അത്തരത്തിലൊരു മത്സരം അവർ ഇതുവരെ നടത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ 2020 BJPയോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കിഴക്കമ്പലം, കുന്നത്തുനാട് ഇങ്ങനെയുള്ള പഞ്ചായത്തുകളിലൊക്കെ 2020യുടെ നേതൃത്വം നടത്തിയിട്ടുള്ള ഒരു വികസന പ്രവർത്തനം കേരളം ഒട്ടാകെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം BJPക്ക് വോട്ട് ചെയ്താൽ BJP എന്തായാലും അവരെ കാലങ്ങൾ പോകുന്തോറും അവരുടെ നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അങ്ങനെയെങ്കിൽ ഇതിനോടൊപ്പം 2020 വരണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേരെങ്കിലും അവരുടെ വോട്ട് BJPക്ക് ഇട്ടാൽ ഇവരുടെ നില കൂടുതൽ മെച്ചപ്പെടുകയും ഒരുപക്ഷെ പല സീറ്റുകളും BJP കൊണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെ സംഭവിച്ചാൽ ഇവിടെ പിണറായിക്ക് ചങ്കെടുപ്പ് ഉണ്ടാവില്ല. ചങ്കെടുപ്പ് ഉണ്ടാകുന്നതും അത് UDFന് തന്നെയാണ്. നമ്മുടെ കോൺഗ്രസ്സിൽ നല്ല മുന്തിയ നേതാക്കന്മാർ പണ്ട് ഈ ചുട്ടിക്കൂട്ടി വെച്ച മുഖ്യമന്ത്രി കുപ്പായം ഇപ്പോൾ എടുത്ത് അലക്കി തേച്ച് പുറത്തെടുത്തിട്ടുണ്ട്. ഇനിയും അതിനു വേണ്ടിയിട്ടാണ് കടിവെട്ടി കൂടാനാണ് നിങ്ങളുടെ പരിപാടി എങ്കിൽ ഈ എടുത്തെടുത്ത് തന്നെ ഈ കുപ്പായം ചുട്ടിക്കൂട്ടി വെക്കേണ്ടി വരും. പിന്നീട് ഒരിക്കലും അത് നിങ്ങൾക്ക് എടുക്കേണ്ടി വരില്ല. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.